എന്റെ വീട്ടിലായിട്ടുണ്ടെന്നറിയാമോ? ഒരു ഭാര്യയുണ്ട്, ഒരു കൊച്ചുണ്ട്. കൊച്ചിനെ കുറിച്ച് കൊച്ചിന് രാവിലെ ഭയങ്കര കുഴത്തോട്ട് ബഹളം വന്നേ. അവന് വെള്ളം കെട്ടി ഞാൻ വേറെ നെറ്റത്തോട്ടിറങ്ങി. മുറ്റത്തോട്ടിറങ്ങി നിൽക്കുന്ന ഒരു കോഴി, പിടക്കോഴി. ഞങ്ങളുടെ വീട്ടിലെ കോഴിയാ പിടക്കോഴി. പിടക്കോഴി ബാബുവിനെ വിളിക്കുന്നത്. ബാബു ആരാ? പൂവൻ കോഴി. ഇതാ ഇങ്ങനെ വിളിക്കുന്ന. ബാബുവിനെ അങ്ങനെ വിളിച്ചിട്ട് കിട്ടിയോ? കിട്ടിയില്ല. എന്നെ മൊബൈൽ എടുത്ത് വിളിച്ച് എയർടെലിന്റെ റിംഗ് ടൂണാ. കോഴിയില്ലേ, കോഴിയുടെ സൗണ്ടിൽ തന്നെ കേൾക്കുന്നത്. അങ്ങനെ വിളിച്ചപ്പോ പൂവൻകോഴി വന്ന ബാബു. ബാബു മൈൻഡ് ചെയ്തില്ല. പിടക്കോഴി വിളിച്ചു. ബാബു മൈൻഡ് ചെയ്യില്ല. അച്ഛനും ബാബു ഇങ്ങനെ ഭയങ്കര ജാറ വലിച്ച് നിൽക്കാണ്. അപ്പൊ പൂവൻകോഴി ശൃംഗാരം വിടുന്നത് അതേപോലെ. അങ്ങനെ ബാബു പിടക്കോഴിയുടെ റൂട്ടിലേക്ക് പോയി. അങ്ങനെ പെട്ടെന്നെടുത്ത് സിനിമ വെക്കാനായിട്ട് ചാനൽ നോക്കിയപ്പോ അതിനകത്ത് പരസ്യം പറയുന്നത്. അതെ, ആ പുകവലിയുടെ പരസ്യം പറയുന്ന വേറെ ആരുമല്ല, വെള്ളാപ്പള്ളി നടേശൻ. അങ്ങനെ പെട്ടെന്ന് ചാനൽ മാറ്റിയപ്പോൾ ഉമ്മൻചാണ്ടി വി എസ് അച്യുതൻ ഇരിക്കുന്നത്. ഇതിനെ കുറിച്ച് പറയാ, നോട്ടിനെ കുറിച്ച് ദൂരദർശന്റെ പഴയ പരസ്യം പറയുന്നത്. ഇന്ന് നിയമസഭയിൽ കണ്ടതേ ഇല്ലല്ലോ. കേന്ദ്ര സർക്കാരിന്റെ നോട്ട് മാറ്റാൻ ബാങ്കിൽ പോയതാണ് ഞാൻ. ഇതുകൊണ്ട് എന്താണ് പ്രയോജനം? ഇതുകൊണ്ട് യാതൊരു പ്രയോജനവുമില്ല. ഇത് എങ്ങനെ നമുക്ക് കിട്ടും? കേന്ദ്ര സർക്കാരിന്റെ ടോൾ ഫ്രീ നമ്പറായ 1132455 ഇതൊക്കെ വളരെ ചെലവുള്ള കാര്യമല്ലേ? ഇതൊന്നും വളരെ ചിലവുള്ള കാര്യമല്ല, തികച്ചും സൗജന്യം മാത്രം. നമസ്കാരം. പ്രധാന വാർത്തകൾ. ഇപ്പോൾ കിട്ടിയ വാർത്ത. കേരള സംസ്ഥാന ഫിലിം അവാർഡിന്റെ മികച്ച നടനെ പ്രഖ്യാപിച്ചു. വിനായകനെ മികച്ച നടനായി പ്രഖ്യാപിച്ചു. വിനായകൻ കമ്മട്ടിപ്പാടത്തില് പെർഫോം ചെയ്യുന്നു. നല്ല ചൂലാനല്ല അങ്ങനെ യുവമാരെയൊക്കെ കണ്ടിട്ട് നേരെ മുറ്റത്തോട്ട് ഇറങ്ങുന്ന സമയത്ത് അപ്പുറത്തെ വീട്ടിലെ പെന്തക്കോസ്താക്കാരെഴുന്ന രാമായണം വയ്ക്കുന്നത് ഇതേപോലെ. പത്ത് തലയുള്ള സീതാദേവിയെ കൊണ്ടുള്ള കുറിച്ചിട്ട് ഹരേ രാമ ഹരേ കൃഷ്ണ ഹരേ രാമ ഹരേ കൃഷ്ണ ഹരേ രാമ ഹരേ കൃഷ്ണ ഹരേ രാമ ഹരേ. അവനെ കാലവൻ നിലത്തച്ചിട്ട് ഞാൻ നേരെ അങ്ങോട്ട് പോകുന്ന സമയത്ത് അപ്പുറത്തെ വീട്ടിലെ പട്ടി എന്നെ നോക്കിയിട്ട് മലയാളത്തിൽ കുരയ്ക്കുക.